ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നലെ നമ്മളൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് കൂടുതൽ വോട്ട് വന്നത് ജേർണലിംഗ് ചെയ്യാനായിരുന്നു. സോ ഇന്ന് നമുക്കൊരു 3 ജേർണൽ ചെയ്യാം. അതിൻ്റെ മുൻപായിട്ട് ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ഒരു ജേർണൽ ബുക്കിനെ പറ്റിയാണ് പറയാനുള്ളത്. ജേർണലിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ്. വിൻറ്റേജ് തീമിലാണ് വരുന്നത്. സംഭവം ആമസോണിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നോക്കാം. അപ്പോൾ ഇതിൽ വന്നിട്ട് ബുക്ക് മാത്രമല്ല, 2 പൗച്ചസ്, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള പൗച്ചസ് വരുന്നുണ്ട്. പിന്നെ ഒരു 5 കളേഴ്സിൽ പേപ്പേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പെന്നും വരുന്നുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ബുക്കാണ്. വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നാൽ ഇനി നമുക്ക് പരിപാടി തുടങ്ങാം, അതായത് ജേർണലിംഗ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് കോഫി തീം ജേർണലാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വരച്ച് കളറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് 2-3 വാഷി ടേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 3 പാറ്റേൺസിൽ വരച്ചിട്ടുണ്ട്. ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, പിൻട്രസ്റ്റിൽ നമുക്ക് വേണ്ട സംഭവങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ കോഫി തീം സ്റ്റിക്കേഴ്സ് എന്ന് അടിച്ചാൽ അതിൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് അവൈലബിൾ ആണ്. അതിൽ നമുക്ക് സ്കെച്ച് ചെയ്യുകയും നോക്കിയിട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാൻ ഈ 3 ജേർണൽസും ചെയ്യുന്നത് ഹാൻഡ് മെയ്ഡ് സപ്ലൈസും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ അവൈലബിൾ ആയിട്ടുള്ള സപ്ലൈസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ്. സോ ആദ്യം തന്നെ ഒരു പഴയ ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ നിന്ന് ഒരു പാരഗ്രാഫ് വരുന്ന പോലെ പേപ്പർ കട്ട് ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഈ സ്റ്റിക്കർ ഉണ്ടല്ലോ, അത് ഇവിടെ ഒന്ന് ഒട്ടിച്ചു. പിന്നെ ജസ്റ്റ് ഒരു കോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു, കോഫി എന്ന് പറഞ്ഞിട്ടൊരു വാഷി ടേപ്പ്, അതൊന്ന് സൈഡിലായിട്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണ്. ദെൻ ബട്ട് ഫസ്റ്റ് കോഫി എന്ന് പറഞ്ഞിട്ട് അതൊന്ന് ഒട്ടിച്ചു. പിന്നെ ഒരു കപ്പിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. താഴെ ഈ ഒരു വാഷി ടേപ്പും ഒട്ടിച്ചു കൊടുത്തു. എൻ്റെ കയ്യിൽ ഡാർക്ക് ബ്രൗൺ വരുന്ന പേപ്പേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു ടെക്സ്റ്റിൽ തന്നെ കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന പോലെ ഒരു എന്തോ ഒരു ബയോഡാറ്റ എന്തോ ഉണ്ടായിരുന്നു, അതിന് ഞാൻ കീറിയിട്ടാണ് ആ ഒരു പീസ് ഒട്ടിച്ചത്. പിന്നെ കോഫി എന്ന് പറഞ്ഞിട്ട് ആ വലിയൊരു സ്റ്റിക്കറും, പിന്നെ കോഫി എന്ന് എഴുതിയിട്ടുള്ള ഒരു സ്റ്റിക്കറും, പിന്നെ വീണ്ടും കോഫീൻ്റെ ഒരു സ്റ്റിക്കർ, പിന്നെ ബട്ട് ഫസ്റ്റ് കോഫി എന്ന് എഴുതിയിട്ട് ഒരു സംഭവം, പിന്നെ ഒരു കോഫീൻ്റെ കപ്പെണ്ണ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കോഫി ജേർണലിൻ്റെ ഫൈനൽ ലുക്ക്. നെക്സ്റ്റ് വന്നിട്ട് ഒരു റെഡ് ജേർണൽ ചെയ്യാം. റെഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരിക ഈ റോസും ലവ് അങ്ങനെയൊക്കെ ഒരു തീമാണല്ലോ. റോസിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല, കാരണം എൻ്റെ ഉമ്മ നല്ലൊരു കല്യാണത്തിന് പോയപ്പോൾ അവിടുന്ന് കൊണ്ടുവന്നതാണ്. സോ ഡ്രൈ ആയിട്ടില്ല കേട്ടോ. പിന്നെ ഡയറക്റ്റ് ഒട്ടിച്ച ഭംഗി ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ പഴയ ഇംഗ്ലീഷ് ടെക്സ്റ്റിൽ നിന്ന് ഒരു പേപ്പർ കട്ട് ചെയ്തിട്ടാണ് അതിലാണ് നമ്മൾ റോസ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രൗൺ വാഷി ടേപ്പ് എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അതിന്ന് ക്യാരി ബാഗിൽ നിന്ന് ഒരു ബ്രൗൺ പീസ് കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് ഒട്ടിച്ചു. സോ ആ ഒരു പേജിൽ അത്രേ ചെയ്യുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് പേജിൽ ഞാൻ കുറച്ച് കോഡ്സ് ആക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ റെഡ് കളർ പേപ്പർ ഇല്ലായിരുന്നു. റെഡ് കളർ പേപ്പറിൽ വൈറ്റ്നർ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേറെ ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റിൽ റെഡ് വെച്ചിട്ട് എഴുതി. അപ്പോൾ കോട്ട് ഇതുപോലെ ഒരു 5 പീസസിലാക്കിയിട്ട് ഒന്ന് എഴുതിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തെ പോർഷൻ ബ്ലാങ്ക് ആയിട്ട് കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നേരത്തെ പറഞ്ഞ ആ ഒരു ബുക്കിൽ തന്നെ കുറച്ച് പേപ്പേഴ്സ്, ഒരു പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് അതിൽ കുറച്ച് ഹാർട്ട് വരക്കുന്നുണ്ട്. കാരണം നമ്മൾ തീം റെഡ് ആണല്ലോ, അപ്പോൾ റെഡ് ഇല്ലാഞ്ഞാൽ ആ ഒരു തീം ശരിയാവില്ലല്ലോ. അത് വെച്ചിട്ടാണ് ഈ ഒരു പേപ്പറിൽ ഇങ്ങനെ റെഡ് ഹാർട്ട് വരച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ കളർ കൊടുക്കുന്നത്. ഇനി വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. റെഡ് കളറിൽ ഇനി എന്താ വെക്കാന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് മുറ്റത്ത് ഇതുപോലെ വലിയൊരു ഫ്ലവർ. ഇന്നൊന്നും നോക്കിയില്ല, പൂവും പറിച്ചു, അതിൽ നിന്നൊരു ഇതളും പറിച്ചു. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഡ്രൈ ആയാൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ കേട്ടോ. വാടി ചുരുങ്ങി പോകുമെന്ന് അറിയില്ല, അതോ കളർ മാറുകയാണെന്ന് അറിയില്ല. എന്തായാലും ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കാണാം. പിന്നെ നമ്മൾ നേരത്തെ കളർഫുള്ളാക്കിയ ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും എന്തോ ആ പേജ് അങ്ങ് ഫുള്ളാവാത്ത പോലെ തോന്നിയപ്പോൾ ഞാൻ അവിടെ ഇവിടെയും കുറച്ചും കൂടെ ഹാർട്ട് അങ്ങോട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അതാവുമ്പോൾ വരക്കാനും സുഖമാണ്, എന്നാൽ കാണാൻ വലിയ കുഴപ്പമില്ല, ചെറിയൊരു ഭംഗി ഉണ്ടാവും. ഇപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് 2 ജേർണൽസും കണ്ടപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ജേർണൽസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് ഒന്നും കയ്യിൽ വേണമെന്നില്ല. നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസ് ഉണ്ട്. ഇനി ഉണ്ടാക്കാൻ വല്ല ബുദ്ധിമുട്ടോ കഴിയാത്ത പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ തന്നെ പല ഐറ്റംസും അവൈലബിൾ ആണ്. ഈ ക്യാരി ബാഗ്, അതേപോലെ നമ്മളെ ന്യൂസ് പേപ്പർ, ഇതൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് LP ക്ലാസ്സിലൊക്കെ പഴയ ബുക്സ് ആണെങ്കിൽ അതിൽ തന്നെ ഉണ്ടാകും ഒരുപാട് ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സും സ്റ്റിക്കേഴ്സും ഒക്കെ. അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റെഡ് ജേർണലിൻ്റെ ഫൈനൽ ലുക്ക്. ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് നമുക്കൊരു ബ്ലൂ ജേർണൽ ചെയ്യാം. അപ്പോൾ അത് മറ്റേ വിൻറ്റേജ് ജേർണൽ ചെയ്താൽ ഒരു ഭംഗി ഉണ്ടാകാത്ത നമുക്കൊരു കുറച്ച് ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടൊക്കെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ഒരു ബുക്കാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ബുക്കല്ല കേട്ടോ, ഒരു പഴയ ഡയറി ആയത് നമ്മളൊന്ന് മേക്ക് ഓവർ ചെയ്തെടുത്തതാണ്. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒരു ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ടും കുറച്ച് സപ്ലൈസ് ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്നിലൊരു പീസ് ഓഫ് പേപ്പറിൽ ബ്ലൂ കളർ കൊടുത്തു. പിന്നെ ഒരു പീസ് ഓഫ് പേപ്പറിൽ കുറച്ച് ഡാർക്ക് ബ്ലൂവിൽ വൈറ്റ്നർ വെച്ചിട്ട് കുഞ്ഞു ഡോട്ട്സ് ഇട്ട് കൊടുത്തു. പിന്നെ കണ്ട 2 പിക്ചേഴ്സ് ഞാൻ പഴയ ബുക്കിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഞാൻ എടുത്തിട്ടുള്ളത് മാസം തോറും നമ്മൾ വീട്ടിലോട്ട് വെത്തുന്ന ഒരാളുണ്ടല്ലോ, ആര്, കോഴ്സ് കറണ്ട് ബില്ല്, അതാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നൊരു പീസ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എന്താ ഉണ്ടാക്കി വെച്ചതൊക്കെ അറിഞ്ഞും കുറച്ചും അങ്ങോട്ട് ഒട്ടിക്കുക, അത്ര തന്നെ.
ആദ്യം ആ സ്കൈ ബ്ലൂൻ്റെ ഒട്ടിച്ചു, പിന്നെ അതേ ആ വൈറ്റ്നർ വെച്ചിട്ട് ഡോട്ടിട്ട് ആ ഒരു പേപ്പർ ഉണ്ടല്ലോ അത് ഒട്ടിച്ചു. പിന്നെ ഈ ഒരു പിക്ചർ താഴെ ഭാഗത്തൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ സ്റ്റാർസൊക്കെ വരുന്ന ഒരു പിക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു, അത് മുകളിൽ ഒട്ടിച്ചു. പിന്നെ ഒരു കുഞ്ഞ് വാഷി ടേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അത് മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബ്ലൂ വരുന്ന ഒരു കോട്ട് എഴുതിയിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് വൈറ്റ് പേപ്പറിൽ. അപ്പോഴാണ് ഈ ബുക്കിൽ ഒരു സംഭവം ഞാൻ കണ്ടത്. എന്നോ പണ്ട് ഡ്രൈ ആകാൻ വെച്ച ഈ ഒരു ഫ്ലവർ ആയിരുന്നു കേട്ടോ. ഞാൻ ഊട്ടി പോയപ്പോൾ അവിടുന്ന് പറിച്ചതായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അതും കൂടെ താഴെ വെക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ വെച്ചപ്പോൾ കുറച്ച് ഭംഗിയായ പോലെ തോന്നി. ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വാഷി ടേപ്പ് നമ്മളെ കയ്യിലില്ലല്ലോ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. അപ്പോൾ ഒരു വൈറ്റ് പേപ്പറിൽ ബ്ലൂ ഗ്രിഡ് ലൈൻസ് ആണ് വരച്ചത്. അങ്ങനെ ആ ഒരു ഫ്ലവർ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൂ ജേണലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇനി ഞാൻ എന്താ പറയുന്നത് ചിലപ്പോൾ കേട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുമില്ല, നമ്മൾ 3 ജേണൽസ് ആണല്ലോ ഇന്ന് ചെയ്തത്. അപ്പോൾ ഈ 3 ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നാണ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഒരു ലൈക്കും സബ്സ്ക്രൈബും കൂടെ തന്നാൽ കുറയത്തൊന്നുമില്ല, സന്തോഷമാവുള്ളൂ. അപ്പോൾ ബൈ.